ഹായ് കൂട്ടുകാരെ, ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇത്തവണ ഹൈഡ്രാഞ്ചിയൻ്റെ വീണ്ടും ഒരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി കോംബോയാണ് ഇത്തവണ ഉള്ളത്. അപ്പോൾ ഹൈഡ്രാഞ്ചിയൻ്റെ നമുക്ക് ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസാണ് വരുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ തരുന്ന നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള ഹൈഡ്രാഞ്ചി ആയതുകൊണ്ട് ഈ ഒരു സൈസ് ആകുമ്പോഴത്തേക്ക് ഇതിൽ മൊട്ടും പൂവും ആകും. നമ്മുടെ കോംബോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ കോംബോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ പ്ലാന്റ്. ഇത് നല്ലൊരു ഡാർക്ക് റെഡാണ് കേട്ടോ. ഒത്തിരി പേർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഹൈഡ്രാഞ്ചിയൻ്റെ വെറൈറ്റിയാണ് ഈ ഡാർക്ക് റെഡ് വരുന്ന ഹൈഡ്രാഞ്ചിയ. ഈ ഡാർക്ക് റെഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കളും ഇതേ ഒരു കളറിലേക്ക് വരുന്നതാണ് കേട്ടോ. ഹൈഡ്രാഞ്ചിയൻ്റെ വേറൊരു സവിശേഷത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൂ വിരിയുന്നത് മണ്ണിൻ്റെ pH വാല്യൂ അനുസരിച്ച് ഈ പൂക്കളുടെ കളറിൽ ചെറിയൊരു ചേഞ്ചസ് വരാം. മണ്ണിൻ്റെ pH അനുസരിച്ച് ചിലപ്പോൾ ലൈറ്റ് കളറിലേക്കും വരാം, ചിലപ്പോൾ ഡാർക്ക് കളറിലേക്കും വരാം. എന്നോർത്ത് ഒത്തിരി വ്യത്യാസമൊന്നും നമ്മുടെ പ്ലാന്റ്സിന് വരാറില്ല കേട്ടോ. മണ്ണിൻ്റെ pH അനുസരിച്ച് ഭയങ്കര ഡാർക്കിലേക്കും എന്നുവെച്ചാൽ മീഡിയം സൈസിലേക്കുമാണ് വരാറുള്ളത് വെറൈറ്റീസിൽ വരുന്നത്. സാധാരണ മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്ലാന്റ്സും നാശമായി പോകും, അതുപോലെ തന്നെ പൂക്കളൊക്കെ കുറയും. പക്ഷേ ഈ ഹൈഡ്രാഞ്ചിയ വെറൈറ്റീസ് അങ്ങനെയല്ല കേട്ടോ. ഈ എല്ലാ സമയത്തും ഒരുപോലെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണ് ഹൈഡ്രാഞ്ചിയ. ഈ ഹൈഡ്രാഞ്ചിയൻ്റെ റെഡ് പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. നല്ല ഗ്രീനിഷ് കളറിൽ ഈ റെഡ് കളർ ഫ്ലവേഴ്സ് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഈ റെഡ് കളർ ഫ്ലവേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആദ്യമേ വിരിയുമ്പോൾ ഇതുണ്ട് ചെറിയൊരു വൈറ്റ് കളർ, അതുപോലെ തന്നെ ഒരു ഗ്രീനിഷ് കളേഴ്സൊക്കെ കാണാൻ പറ്റും. പിന്നീട് അത് ആ പൂക്കൾ കുറച്ച് നാൾ നിൽക്കുമ്പോഴത്തേക്കും നന്നായി അങ്ങ് വിടർന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു ഡാർക്ക് റെഡിലേക്ക് ഇതിൻ്റെ പൂക്കൾ വരുന്നതായിട്ട് കാണാം. ഇത് തുടക്കത്തിൽ ഇങ്ങനെ ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് കളർ കാണുമ്പോഴത്തേക്കും കുറേ പേര് പേടിച്ചു പോകും. കാരണം പ്യുവർ റെഡ് അല്ലേ നമുക്ക് പ്ലാന്റ് കിട്ടിയെന്നൊക്കെ സംശയിക്കും. പക്ഷേ ഇതിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. വിടർന്ന് ശരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല ഡാർക്ക് കളറിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പൂക്കൾ കുറച്ച് പഴകിക്കഴിഞ്ഞ് ഒരുപാട് ബുഷായിട്ട് പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും നമ്മുടെ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്. അത്രയ്ക്ക് ഭംഗിയാണ് നമ്മുടെ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് പൂവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ എല്ലാം മിനിയേച്ചറായിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റി തരുന്നതിനാൽ നിങ്ങൾക്ക് ഒരു ചെറിയ പോട്ടിൽ നട്ടുവെച്ച് വളർത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു പോട്ടിൽ നിന്നിട്ട് ഇത് ബുഷായിട്ട് നിന്ന് പൂക്കൾ തരും. നമ്മളിതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാറ്. നമ്മുടെ ഇവിടെ ഒരു സെമി മെച്യൂർഡ് ആയപ്പോഴത്തേക്ക് അതിൽ പൂക്കൾ വന്ന കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, വളരെ ചെറുപ്പത്തിൽ അധികം ഹൈറ്റ് വെക്കാണ്ട് ആ പോട്ട് കണ്ടില്ലേ, പോട്ടിൻ്റെ കുറച്ചങ്ങ് പൊങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഇതിൽ പൂക്കളായി നിൽക്കുന്നതായിട്ട് കാണാം. ഇത് ഹൈബ്രിഡ് ആയിട്ടുള്ള റെഡ് കളർ ഹൈഡ്രാഞ്ചിയൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ പൂക്കളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒത്തിരി പ്ലാന്റ് ആയാലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയായിരിക്കും. ഇത് കണ്ടോ, വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം വന്നേക്കുന്നത്. ചെറിയ ഹൈറ്റ് കുറഞ്ഞ് ഇതുപോലെ കൊല കുത്തി പൂക്കളായി കാണുമ്പോൾ നമ്മുടെ ഗാർഡന് പ്രത്യേകിച്ച് ഒരു ഭംഗിയാട്ടോ. വീടിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഒത്തിരി കളേഴ്സ് ആണെങ്കിലോ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ. ബാക്കിയുള്ള പ്ലാന്റ്സ് വളർത്തുന്നതിനേക്കാളും എളുപ്പം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഹൈഡ്രാഞ്ചിയ വെറൈറ്റീസ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട. ഇതിനങ്ങനെ കൂടുതലായിട്ട് രോഗങ്ങളൊന്നും ഈ പ്ലാന്റിനും വരുന്നതായിട്ട് കാണാറില്ല. ഇത് ചെറുതായിട്ട് ഇലകളിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ പോലെ കണ്ടാൽ കുറച്ച് നിങ്ങൾക്ക് ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി ഇത് കയറി വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഹൈഡ്രാഞ്ചിയ. നമുക്ക് ഹൈഡ്രാഞ്ചിയൻ്റെ റെഡ് കളേഴ്സിൻ്റെ മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. മെച്യൂർഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2-3 മാസത്തിനുള്ളിൽ പൂവാകാൻ പാകമായ പ്ലാന്റ്സ് ആണിത്. കണ്ടോ, ഈ ഒരു സൈസ് വരുന്ന തൈകളാണ് നമ്മൾ തരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 120 രൂപയാണ് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെഡ് കളർ ഹൈഡ്രാഞ്ചിയാണ്. ഇത് വിത്ത് പോട്ടായിട്ടും വിത്തൗട്ട് പോട്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും. അപ്പോൾ റെഡ് കളർ ഹൈഡ്രാഞ്ചിയൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 120 രൂപയാണ്. അടുത്തത് നോക്കിക്കേ, നല്ലൊരു പിങ്ക് കളർ ഹൈഡ്രാഞ്ചിയാണ്. ഹൈഡ്രാഞ്ചിയൻ്റെ റെഡ് കളർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു അട്രാക്റ്റീവായിട്ട് വരുന്ന കളറാണ് ഈ പിങ്ക് കളർ. പിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബേബി പിങ്ക് കളറിനോട് സാമ്യമുള്ള ഒരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ പൂക്കളും കണ്ടോ, ഒരു പിങ്കിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇത് വിരിയുമ്പോൾ അതിലേക്ക് ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നതായിട്ട് കാണാം. നമ്മൾ റെഡ് കളർ ഹൈഡ്രാഞ്ചിയ കണ്ടില്ലേ, അതുപോലെ തന്നെയാണ് ഈ പിങ്കിൻ്റെ പ്രത്യേകതയും. പിങ്കിലേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു യെല്ലോയും വൈറ്റും ഒക്കെ വിരിഞ്ഞ് വരുന്നതിന് മുമ്പായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇത് കണ്ടോ, ഇതൊക്കെ വിരിഞ്ഞ് തുടങ്ങിയ ഒരു പിങ്ക് കളർ വെറൈറ്റിയാണ്. നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ, ഒരു പിങ്കും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്രീമും യെല്ലോ കളറും കൂടി മിക്സഡായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഹൈഡ്രാഞ്ചിയ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിട്ട് വിരിഞ്ഞ് വരുമ്പോഴാണ് കേട്ടോ ഭംഗി കൂടുതൽ. നല്ലൊരു പൂക്കളുടെ റാണി എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഹൈഡ്രാഞ്ചിയ. ഹൈഡ്രാഞ്ചിയൻ്റെ ആ ലീഫും
അതിൻ്റെ ആ ഫ്ലവേഴ്സിൻ്റെ വലിപ്പമൊക്കെ ഭയങ്കര അട്രാക്റ്റീവാണ്. ശരിക്കും നമ്മുടെ ഗാർഡനിൽ ഹൈഡ്രാഞ്ചിയൻ്റെ ഒരു 5 തൈ ഉണ്ടെങ്കിൽ അത് ആ ഗാർഡനിൽ തന്നെ രാജാവായിട്ട് നിൽക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഈ ഹൈഡ്രാഞ്ചിയ വെറൈറ്റീസ്. ഇത് കണ്ടോ, ചെറിയൊരു പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും. നിങ്ങൾക്ക് കുറച്ച് വലുതായി കഴിയുമ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് പിടിപ്പിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും നമ്മുടെ ഗാർഡൻ കേട്ടോ. വീടിൻ്റെ വരാന്തയിലും അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണിത്. മൂന്നാമത് വന്നേക്കുന്ന പ്ലാന്റാണ് നമ്മുടെ കോംബോയിലത്തെ വൈറ്റ് കളർ ഹൈഡ്രാഞ്ചിയ. വൈറ്റ് കളർ ഹൈഡ്രാഞ്ചിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രീനും വൈറ്റും കൂടി വരുമ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ് ഈ വൈറ്റിൽ വരുന്നത്. വൈറ്റിൻ്റെ നമ്മൾ തുടക്കത്തിൽ, അതായത് വൈറ്റ് വിരിഞ്ഞ് വരുമ്പോഴും ഒരു ചെറിയൊരു കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, വിരിഞ്ഞ് തുടങ്ങുമ്പോൾ ഒരു ചെറിയൊരു കളർ ചേഞ്ച്. ഇതും നല്ലൊരു ഭംഗി തോന്നും അല്ലേ. ഇത് ശരിക്കും വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് നമ്മുടെ ഹൈഡ്രാഞ്ചിയ കാണപ്പെടും. ഹൈഡ്രാഞ്ചിയൻ്റെ വൈറ്റിന് അങ്ങനെ വേഗം ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. ഇതിങ്ങനെ വെളുത്ത് തുടുത്ത് നല്ല കട്ടയായിട്ട് പൂക്കളായിട്ട് നിൽക്കും. ഇതിനെ നമ്മൾ പോട്ട് മിക്സ് ആയിട്ട് നൽകുമ്പോൾ ശരിക്കും ബയോ കമ്പോസ്റ്റ് ഒക്കെ നന്നായിട്ട് ഉപയോഗിച്ചാൽ നന്നായി ഇതങ്ങ് കയറി വരുന്നൊരു പ്ലാന്റാണ്. NPK പോലത്തെ ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ഈ ഹൈഡ്രാഞ്ചിയ പ്ലാന്റിന്. കുറച്ച് മീഡിയം സൺലൈറ്റ് കിട്ടുന്നിടത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഇത് പൂക്കളുണ്ടാവും കേട്ടോ. മഴക്കാലത്തും അതുപോലെ തന്നെ വേനൽക്കാലത്തും ഒക്കെ എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് ഹൈഡ്രാഞ്ചിയ. അതിൻ്റെ പൂക്കളൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കോംബോയിൽ വന്നിരിക്കുന്ന മൂന്നാമത്തെ വെറൈറ്റിയാണ് ഈ വൈറ്റ് കളർ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്. ഈ വൈറ്റ് കളർ ഹൈഡ്രാഞ്ചിയ പോട്ടിൽ വെച്ചാൽ ഈ ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്കും വേഗം പൂക്കളായി വരും കേട്ടോ. അധികം ഹൈറ്റ് വേണ്ട. ഞാൻ നേരത്തെ റെഡ് കളർ കാണിച്ചല്ലോ, ആ റെഡ് കളറിൻ്റെ സൈസ് ആകുമ്പോഴത്തേക്കും വൈറ്റ് കളർ ഹൈഡ്രാഞ്ചിയയും പൂവായി തുടങ്ങും. അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കിയാലോ. അടുത്തതാണ് നമുക്ക് എപ്പോഴും പരിചയമുള്ള, പണ്ട് മുതലേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹൈഡ്രാഞ്ചിയാണ് ഈ ഒരു ബ്ലൂ കളർ ഹൈഡ്രാഞ്ചിയ. പണ്ട് മുതലേ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ ബ്ലൂ കളർ ഹൈഡ്രാഞ്ചിയ അവൈലബിൾ ആയിരിക്കും അല്ലേ. പക്ഷേ ഈ പൂക്കളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ ബ്ലൂ കളറിൻ്റെ പൂക്കൾക്ക് ഭയങ്കര വലിയ സൈസ് വരും. പക്ഷേ ഹൈബ്രിഡ് ആയിട്ടുള്ള പൂക്കൾക്ക് വലിയ സൈസ് വരാറില്ല. പക്ഷേ ഒരുപാട് കുടം പോലെ ഇങ്ങനെ നിറഞ്ഞ് പൂക്കളുണ്ടാവും കേട്ടോ. ഇത് നോർമൽ വെറൈറ്റീസ് ആണെങ്കിൽ ഒത്തിരി ഹൈറ്റ് വെച്ചിട്ടാണ് പൂക്കൾ വരാറ്. പക്ഷേ ഹൈബ്രിഡ് ആയതിനാൽ നമ്മൾ നേരത്തെ കാണിച്ച റെഡും വൈറ്റും ഒക്കെ പോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത് പൂക്കളുണ്ടായി നിൽക്കും. ഈ ബ്ലൂ കളർ ഹൈഡ്രാഞ്ചിയ നമ്മൾ പണ്ട് മുതലേ കണ്ടത് കാരണം നമുക്കൊരു പുതുമ തോന്നാറില്ല. പക്ഷേ ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു പുതുമ തന്നെയായിരിക്കും. അപ്പോൾ ഈ ബ്ലൂ കളർ ഹൈഡ്രാഞ്ചിയ നമ്മുടെ കോംബോയിലത്തെ നാലാമത്തെ വെറൈറ്റിയാണ് കേട്ടോ. നമുക്ക് ടോട്ടൽ 4 വെറൈറ്റി ഹൈഡ്രാഞ്ചിയാണ് നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എല്ലാ പ്ലാന്റ്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. റെഡും വൈറ്റും ഒരു ബേബി പിങ്ക് പോലത്തെ ഈ ഒരു ബ്ലൂ കളർ ഹൈഡ്രാഞ്ചിയാണ് നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു സൈസ് ആകുമ്പോഴും ബ്ലൂ കളേഴ്സ് പൂവായി തുടങ്ങും. നമ്മുടെ കയ്യിൽ പൂവായത് കണ്ടോ, ചെറിയൊരു മണ്ണിൻ്റെ pH വാല്യൂ ഒരു വ്യത്യാസം വന്ന കാരണമാണ് ഈ ഒരു കളറിലേക്ക് ഇത് വിരിഞ്ഞ് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല ഡാർക്ക് കളറിലേക്ക് വരും. നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്ന ഹൈഡ്രാഞ്ചിയൻ്റെ ചെറിയ സൈസ് പ്ലാന്റാണ്. കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ പുതിയതായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തേക്കുന്ന നല്ല പുതിയ പ്ലാന്റ്സുകളാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ 4 വെറൈറ്റി ഹൈഡ്രാഞ്ചിയാണ് വരുന്നത്. 4 വെറൈറ്റി ഹൈഡ്രാഞ്ചിയയ്ക്ക് എന്നത്തെയും പോലെ 350 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അതുകൂടാതെ ഈ കോംബോ വാങ്ങുന്നവർക്ക് നമ്മൾ എപ്പോഴും ഒരു 10 പേർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി നിങ്ങളുടെ ഈ കോംബോയിൽ നമ്മൾ വെച്ച് തരുന്നതായിരിക്കും കേട്ടോ. ആദ്യത്തെ 10 പേർക്ക് മാത്രമേ സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ മടിച്ചു നിൽക്കാതെ വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക. അപ്പോൾ മറക്കണ്ട, 4 വെറൈറ്റി ഹൈഡ്രാഞ്ചിയയ്ക്ക് 350 രൂപയാണ് വരുന്നത്. നമ്മൾ തരുന്ന 350 രൂപേൻ്റെ ആ പ്ലാന്റ്സ് ഈ ഒരു സൈസ് വരുന്ന 4 വെറൈറ്റി പ്ലാന്റാണ് തരുന്നത്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അതുപോലെ തന്നെ റെഡ് കളർ ഹൈഡ്രാഞ്ചിയ സെമി മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ പ്ലാന്റ് വേണ്ടവർ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ വേഗം തന്നെ കൺഫേം ആക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.